നിങ്ങൾ പാൽക്കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഈ റെസിപ്പി യൂട്യൂബിൽ കണ്ടിട്ട് കുറേ നാളായി. ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത്. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ അരിപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ജീരകവും ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ വേണം കുഴച്ചെടുക്കാൻ. നമുക്കത് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റാനായിട്ട് വെക്കണം. ഇത് ആവി കയറി വരുമ്പോഴത്തേനും നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ അരച്ചതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് തേങ്ങാപ്പാലും ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ 2 ഏലക്കായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തേങ്ങാപ്പാൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ച് നമ്മളുടെ ഉണ്ടയൊക്കെ ഇടണം. ഉണ്ട ഇട്ടിട്ട് നമ്മൾ അധികം കുറുക്കിയെടുക്കാൻ പാടില്ല, കാരണം അതിൽ ചാറൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം കുറുക്കിയെടുക്കണം. ഞങ്ങൾ കുറുക്കിയപ്പോൾ കുറച്ചധികം കുറുകിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ചാറൊന്നും കിട്ടിയില്ല. പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ ചൂടാക്കുമ്പോൾ പിരിഞ്ഞു പോകാണ്ടൊന്ന് ശ്രദ്ധിക്കണം. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാല് കിട്ടത്തില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നതെങ്കിലും ഞങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.